അനാഥരാക്കരുത് മാതാപിതാക്കളെ എന്ന സന്ദേശത്തോടെ വടകരയിൽ നടന്ന ഹരിതാമൃതം 2025 സമാപിച്ചു. പരിപാടിയുടെ സമാപന സമ്മേളനം ULCCS ചെയർമാൻ പാലേരി രമേശൻ ഉദ്ഘാടനം ചെയ്തു. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല. സർവീസ് സഹകരണ ബാങ്ക് സംരംഭം. അനാഥരാക്കരുത് മാതാപിതാക്കളെ എന്ന സന്ദേശത്തോടെ വടകരയിൽ നടന്ന ഹരിതാമൃതം 2025 സമാപിച്ചു. പരിപാടിയുടെ സമാപന സമ്മേളനം ULCCS ചെയർമാൻ പാലേരി രമേശൻ ഉദ്ഘാടനം ചെയ്തു. ആയുർവേദ ചികിത്സയ്ക്ക് രോഗം പൂർണ്ണമായി മാറ്റാൻ കഴിയുമെന്നത് തന്റെ സ്വന്തം അനുഭവമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ചികിത്സകന്റെ കഴിവും രോഗിയുടെ സമർപ്പണവും ഗുണമേന്മയുള്ള മരുന്നും ഒത്തുചേരുമ്പോഴാണ് ചികിത്സ ഫലപ്രദമാകുന്നതും രോഗശാന്തി ഉണ്ടാവുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നമ്മൾ ഒരു കാലത്തും കാണാത്ത അവസ്ഥകൾ നമ്മുടെ ഭൂമിയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ടെന്ന് നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ മനുഷ്യൻ മാറി മാറി നമ്മൾ സമ്പത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അങ്ങനെ ലഹരി സാധനങ്ങൾക്ക് വേണ്ടിയോ ഏതോ ആവശ്യത്തിനായി ജീവിക്കുന്നു. മറ്റുള്ളവൻ്റെ സുഖത്തിന് വേണ്ടിയോ ഒന്നുമല്ലാതെ ഓരോരുത്തരെയും സ്വാർത്ഥ താല്പര്യത്തിലേക്ക് പോയിക്കൊണ്ട് ജീവിക്കുന്ന ഒരവസ്ഥയിലേക്കാണ് നാം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം നമ്മൾ സൊസൈറ്റി തന്നെ എനിക്കറിയാം, വളരെ കാലം മുമ്പ് തന്നെ ഓരോ സൈറ്റിലും നമുക്ക് കൃഷി രീതികളുണ്ട്. അത് ആ സൈറ്റിൽ 1 വർഷമോ 2 വർഷമോ അവിടുത്തെ പ്രവൃത്തി നടക്കുന്ന സമയത്ത് ഇപ്പം തലപ്പാടി ഞങ്ങൾ ഏക്കർ കണക്കിന് വാഴക്കൃഷിയും പച്ചക്കറി കൃഷിയും ചെയ്ത് അവിടെ ആവശ്യമുള്ള സാധനങ്ങൾ അവിടെ തന്നെ എടുത്ത് തൊഴിലാളികൾക്ക് കൊടുക്കുന്ന അവസ്ഥ. ഇപ്പം ക്രഷർ കുറ്റിയാടി ക്രഷറിൽ ഒരുപാട് പച്ചക്കറി കൃഷിയും പശുവും പാലും തൈരും ഒക്കെ ആയിട്ട് അതൊക്കെ തൊഴിലാളികൾ തന്നെ ഉപയോഗിക്കുന്ന രീതിയിലേക്കുള്ള ഒരവസ്ഥയിലേക്ക് എത്തിക്കുന്ന രീതിയിലേക്കുള്ള ഒരു ജീവിതമാണ് നമ്മൾ നയിച്ചു കൊണ്ടുവന്നത്. അവർക്ക് ആവശ്യമുള്ള ഭക്ഷണം, നല്ല ഭക്ഷണം കൊടുക്കുക, അതുപോലെ തന്നെ അവർക്ക് നല്ല ജീവിതം കൊടുക്കുക, അവർക്ക് എല്ലാം നല്ല വേതനം കൊടുക്കുക, അതിലൂടെ തന്നെ നല്ല ഒരു സമൂഹത്തിനെ കെട്ടിപ്പടുത്തുക, നല്ലൊരു തൊഴിൽ സംസ്കാരം ഉണ്ടാക്കിയെടുക്കുക, ഇങ്ങനെ ഒക്കെ ചെയ്തു വരുന്ന ഒരു സ്ഥാപനമാണ് ഒരാൾ സൊസൈറ്റി. ഹരിതാമൃതം ചെയർമാൻ PP ദാമോദരൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പാരമ്പര്യ വൈദ്യകുലപതി ആവള EC ശ്രീധരൻ നമ്പ്യാർക്ക് ആദരവും നൽകി. NK അജിത് കുമാർ മംഗളപത്ര സമർപ്പണവും നടത്തി. പ്രകൃതി വന്യജീവി ഫോട്ടോഗ്രാഫർ ബിജു കാരക്കോണം, ചിത്രകലാ അധ്യാപിക അനുശ്രീ ചോറോട്, അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗിൽ PhD നേടിയ ഡോക്ടർ അർജുൻ പ്രകാശ്, നാടകരചയിതാവ് റസാഖ് കല്ലേരി തുടങ്ങിയവരെയും ചടങ്ങിൽ വെച്ച് അനുമോദിച്ചു. ചടങ്ങിൽ പുറന്തോടത്ത് സുകുമാരൻ, പ്രൊഫസർ KK മഹമ്മൂദ്, T ശ്രീധരൻ, PP രാജൻ, ഡോക്ടർ KC വിജയരാഘവൻ, പ്രേംകുമാർ വടകര, രഘു ഇരിങ്ങൽ, T രാധാകൃഷ്ണൻ, C കുമാരൻ, അഡ്വക്കേറ്റ് MM സന്തോഷ്, T ശ്രീനിവാസൻ തുടങ്ങിയവർ സംസാരിച്ചു. പുറന്തോടത്ത് ഗംഗാധരൻ സ്വാഗതവും VP രമേശൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ മീഡിയ വടകര. എപ്പോ നോക്കിയാലും പിള്ളേർക്ക് ഒരു കളിയേ ഇല്ലു. നിനക്കെന്നാ വേണ്ടേ? പിള്ളേർ കളിച്ചോട്ടല്ലോ മോരാ. ആരത്? അതാ മോർണിംഗ് സ്റ്റാറിലെ സുരേഷിന്റെ ചെക്കന്ന് ഗൾഫിൽ പോകുന്നത് ജോലി കിട്ടിയിട്ട്. ഏത് നമ്മളെ ആ കുടുംബ സുരേഷിന്റെ ചെക്കനാ? അതേന്ന് കഴിഞ്ഞ ആഴ്ച കൂടെ കളിക്കാൻ പറ്റിണ്ടായിരുന്ന ചെക്കൻ. ഓന് ജോലി കിട്ടിയ? ഓന് മാത്രമല്ല, ഈ നാട്ടിലെ എല്ലാ പിള്ളേർക്കും ജോലി കിട്ടും. അതിനല്ല അവരീടെ ഇല്ലത്. ഏതിരോ നീ ഏതിന്റെ കാര്യമായി പറയുന്നത്? നമ്മുടെ ശ്രീശങ്കരാചാര്യാണ്. തൊഴിലാണ് ലക്ഷ്യമെങ്കിൽ ശ്രീശങ്കരാചാര്യ.